ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തോട്ടിൽ നിന്ന് വലയിട്ടപ്പോൾ കുറച്ച് വരാലും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. ആദ്യം തന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അതിനുശേഷം നമ്മളത് വറക്കാനുള്ള തയ്യാറെടുപ്പെടുത്തു. പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. ഉടൻ തന്നെ നമ്മൾ തേങ്ങാപ്പാലെല്ലാം 1 പാലും 2 പാലും വൈഫ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ മീനെല്ലാം വറക്കാനായിട്ട് എണ്ണ ഒഴിച്ച ശേഷം അടുപ്പിലേക്ക് വെച്ചു. അതൊന്ന് മൂപ്പായതിന് ശേഷം ഒന്ന് തിരിച്ചിടുന്ന ആണ്. പിന്നെ ഇവിടെ ഇപ്പം നല്ല മഴയാണ്. അങ്ങനെ വലയിട്ടപ്പോൾ തോട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതെല്ലാം മീഡിയം സൈസ് വരാലുകളായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് മപ്പാസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓൺ വോയിസ് അങ്ങനെ ചെയ്യാറില്ല, അതിൻ്റെ പോരായ്മകളും ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതും കൂടെ എന്നാൽ ചട്ടിയിലേക്ക് ആക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ട ഉള്ളിയും കൊച്ചുള്ളിയും അതും ഇതുമെല്ലാം അവിടെ നിന്ന് വൈഫ് പൊളിച്ച് റെഡിയാക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടെ പാനിലേക്ക് ഇട്ട ശേഷം നമ്മൾ ആ കൊച്ചുള്ളിയും വെളുത്തുള്ളി അതെല്ലാം ഇട്ട് മൂപ്പിച്ച ശേഷം ഇച്ചിരി മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, അതായത് ഒരു ചെറിയ കളർ കയറിന് വേണ്ടി ഒരു ശകലം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലവണ്ണം മൂത്ത് ഈ മല്ലിയും മുളകിൻ്റെയൊക്കെ ഒരു മണമെല്ലാം പോയി കഴിയുമ്പം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. 2 പാലാണ് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്ത് ഇതായി നല്ല കണക്ക് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന വരാലും എല്ലായിടത്തും കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. പെട്ടെന്ന് ഉച്ചക്കത്തേക്ക് ഒരു കറിക്ക് വേണ്ടി പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കറിയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളകാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇടുന്നത്. കുരുമുളക് പൊടി ഇച്ചിരി ലേശം കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് തിളച്ചൊന്ന് റെഡിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലവണ്ണം തിളയെല്ലാം വന്നതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ ആ 1 പാല് കുറച്ച് ഒഴിക്കുന്നുണ്ട് ഗൈസ്. ആ 1 പാലും കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ കുരുമുളക് പൊടിയും ഇട്ട് നമ്മൾ നല്ലതായിട്ട് ഒന്ന് വേകാൻ വെക്കുന്നുണ്ട്. ും പിള്ളേർ ബഹളം തുടങ്ങിയിരുന്നു. അതിന് അവന്മാർക്കും ചോറ് കൊടുക്കണമെന്ന് അവന്മാർ ഉടൻ തന്നെ ചോറിന് 1 മണി കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് കറി ഉടൻ തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറെടുത്ത് ഒരു പീസും ഇച്ചിരി ചാറും കൂടെ എടുത്ത് ആദ്യം ഒന്ന് രുചിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല സ്വാദ് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവച്ച രംഗമാണ് ഈ കാണുന്നത്. അവനാണ് ടെസ്റ്റ് ചെയ്ത് പറയുന്നത്. അതിനുശേഷം അവന്മാർക്ക് ചോറ് കൊടുക്കുവാണ്. അവന്മാർക്ക് ഞാൻ തന്നെ ഇന്ന് ഇളയവന് ചോറ് കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ കാർട്ടൂണും കൊണ്ട് ഞാൻ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വേണം നമുക്കിത് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.